ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് വചനദീപ്തി ഒരുക്കുന്ന ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുമ്പോൾ ഈ തിരുമണിക്കൂറിൽ നമ്മളൊരു പ്രത്യേകമായ വിഷയത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം അനുഗ്രഹം. 1 പത്രോസ് 3:9 പറഞ്ഞു, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരില്ലേ നാം. അതേ പ്രിയപ്പെട്ടവരെ, മനുഷ്യനായി പിറന്ന നീ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ്. ആ അനുഗ്രഹം എത്തിപ്പിടിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പലപ്പോഴും പാഴാക്കി കളഞ്ഞിരിക്കുന്ന അവസരത്തിൽ അബ്രഹാത്തോട് ദൈവം തമ്പുരാൻ പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ പറയുകയാണ്, നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാട്ടിത്തരുന്ന ദേശത്തേക്ക് നീ പോകണം. അവിടെ വെച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കാരണം നീ എനിക്കൊരു അനുഗ്രഹമാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. എൻ്റെ ദൈവ പൈതലേ, നീ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ദൈവം തമ്പുരാൻ വിളിച്ചപ്പോൾ ആ വിളിച്ച ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവമൊരുക്കിയ പാത തിരഞ്ഞെടുക്കേണ്ടതിന് പകരം നമ്മൾ ദൈവകാര്യങ്ങളിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് മറ്റ് പല വഴികളിലൂടെ കടന്നു പോയപ്പോൾ അബ്രഹാത്തെ അനുഗ്രഹിക്കുന്ന ദൈവം, ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, അതെ, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും ആ അനുഗ്രഹത്തിന്റെ പാതയിലാണോ ജീവിക്കുന്നത് എന്ന് ഒന്ന് നോക്കണം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 3-ാം തിരുവചനം പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്ന് എൻ്റെ കർത്താവ് നിന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെറിയാൻ പോകുന്ന, വർഷിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രമാണ്. ആ അനുഗ്രഹം സ്വന്തമാക്കണമെങ്കിൽ 1 നമുക്ക് വിശ്വാസമുണ്ടാകണം, 2 നമുക്ക് വിശുദ്ധി ഉണ്ടാകണം. അങ്ങനെ വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവാനുഗ്രഹങ്ങൾ നമ്മളെ തേടി വരിക. ഓർക്കണം അബ്രഹാത്തിന്റെ കഥ. അബ്രഹാം തോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികളെ പോലെയും നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞവൻ, വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് ഉത്തരം നൽകുന്ന, മറുപടി നൽകുന്ന ആ ദൈവം എന്നെയും നിന്നെയും നോക്കി പറഞ്ഞത്, നീ എനിക്കൊരു അനുഗ്രഹമാണെന്ന്. എവിടെയാണ് മക്കളെ നമ്മുടെ അനുഗ്രഹം കളഞ്ഞു കുളിച്ചത്? എവിടെയാണ് നമ്മുടെ കൈമോശം വന്നത് അനുഗ്രഹം എന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ ആ അനുഗ്രഹം സ്വന്തമാക്കേണ്ടുന്ന ഞാനും നിങ്ങളും മറ്റ് പല വഴികളിലൂടെ കടന്നു പോകുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് അബ്രഹാത്തിന്റെ മകനായ ഇസഹാക്ക് അബ്രഹാം ഒരുക്കിയ അതേ പാതയിലൂടെ കടന്നു പോകുന്ന ഒരു കാലം. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഇസഹാക്കിന്റെ ജീവിതത്തിൽ ഇസഹാക്ക് വന്നിട്ട് ഇതാ അബിമേലെക്കിന്റെ നാട്ടിൽ താമസിക്കുന്ന കാലം. അബ്രഹാത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. അബ്രഹാത്തിന് ശേഷം ഇസഹാക്ക് എന്താണ് ചെയ്തത്? ഇസഹാക്ക് ഇതാ അബിമേലെക്കിന്റെ നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആ സൗന്ദര്യമുള്ളവളായതുകൊണ്ട് അവളെ രാജാവോ രാജാവിന്റെ ആൾക്കാരാരെങ്കിലുമോ നോക്കുമോ, അവളെ കടന്നു പിടിക്കുമോ എന്നൊക്കെ ഒരു ഭയമുണ്ടായിരുന്നത് കൊണ്ട് അവളെ പ്രതി ഇസഹാക്ക് അബിമേലെക്കിനോടൊരു കളവ് പറഞ്ഞു. അവള് എൻ്റെ ഭാര്യയാണോ, നിന്റെ ഭാര്യയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, അവൾ എൻ്റെ സഹോദരിയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ അബിമേലെക്ക് രാജാവ് ഒരിക്കൽ കാണുകയാണ്, ഇവർ തമ്മിൽ ഗാഢം പുണർന്ന് ആലിംഗനം ചെയ്ത് നിൽക്കുന്നത് കണ്ടപ്പോ അബിമേലെക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഞങ്ങളോട് കള്ളം പറഞ്ഞില്ലേ? നീ എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? നിന്റെ ഭാര്യയുടെ അഴക് കണ്ട് എനിക്ക് അവളോട് അതിയായ സ്നേഹം തോന്നി. ഞാൻ എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ ഒരു കാരണത്തെ പ്രതി ദൈവത്തിന്റെ കോപം എൻ്റെ മേൽ കടന്നു വരികയില്ലായിരുന്നോ? ഇസഹാക്ക് ചോദിക്കുകയാണ്. ഇസഹാക്കിനോട് അബിമേലെക്ക് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാളുകളേറെ കഴിഞ്ഞു. ഇസഹാക്ക് അബിമേലെക്കിന്റെ നാട്ടിൽ താമസിക്കുന്ന കാലം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ, ആ 26-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാം, അവിടെ അബ്രഹാത്തിന്റെ കാലത്ത് കുഴിച്ച കിണറ്റിലെ വെള്ളമാണ് ഇസഹാക്കും കൂട്ടരും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസഹാക്കും കൂട്ടരും കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആ കിണറ്റിലെ വെള്ളമാണ്.
ഇതിനിടയ്ക്ക് അബിമലക്കിന്റെ നാട്ടിൽ ഇസഹാക്ക് കൃഷി ഇറക്കി. ആ കൃഷിയിൽ ഏറെ വിളവുകൾ കിട്ടി. ഏറെ വിളവുകൾ കിട്ടിയപ്പോ അബിമലക്കിന്റെ ആൾക്കാർക്ക് ഇസഹാക്കിന്റെ ആൾക്കാരോട് അസൂയായി. അസൂയായി എന്ന് മാത്രമല്ല, രാത്രിയുടെ യാമങ്ങളിൽ വന്നിട്ട് അവന്റെ വിളവുകൾ നശിപ്പിച്ചു. മാത്രമല്ല, ഇവരുടെ ദാഹജലം കുടിച്ചുകൊണ്ടിരുന്ന കിണറ്റില് മണ്ണിട്ട് മൂടി, ഇവരുടെ കുടിവെള്ളം മുട്ടിച്ചു. അവർ കൃഷി ചെയ്ത് അവർ അധ്വാനിച്ച് നട്ടു നനച്ച് വളർത്തിയ വിളവുകളൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ വന്ന് അബിമലക്കിന്റെ ആൾക്കാര് തീ വെച്ച് നശിപ്പിച്ചു. അങ്ങനെ ഇസഹാക്കിനെയും കൂട്ടരെയും പീഡിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാം തിരുവചനം പറയുന്നു, വരുന്ന ദുരിതങ്ങളെല്ലാം അനുഭവിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങൾ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മക്കളും. എൻ്റെ പ്രിയപ്പെട്ട ജനമേ, പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നീ സഹനത്തിന്റെ പാതയിലൂടെ ആണ് കടന്നു പോകുന്നെങ്കിൽ ഓർക്കണം, എൻ്റെ ദൈവത്തിന്റെ കരം നിന്റെ മേൽ കടന്നു വരാൻ അധിക വിദൂരമല്ല എന്നോർക്കണം. ആ ദൈവത്തിന്റെ കാരുണ്യം നിന്റെ മേൽ കടന്നു വരാൻ പോകുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാം തിരുവചനം പറയുന്നു, അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് ഭക്താശരായിരിക്കുന്നത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് പരിത്യക്തരായിരിക്കുന്നത്? ഇല്ല മക്കളെ, ആരെയും പരിത്യക്തനായിട്ടില്ല. കാരണം അവിടുന്ന് നിന്നെ സൃഷ്ടിച്ചത് അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാ. കാരണം ആ ദൈവത്തിന്റെ ഛായയിലാണല്ലോ നിന്നെ സൃഷ്ടിക്കപ്പെട്ടത്. ആ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണല്ലോ നിന്നെ സൃഷ്ടിക്കപ്പെട്ടത്. ആ ദൈവം നിന്നെ സൃഷ്ടിച്ചത് ചവിട്ടി മതിക്കാനും കൊല്ലാനുമല്ല, കൈപിടിച്ച് നടത്താനും കൂടെ നടക്കാനും നിന്നെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കാനുമാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ അബിമലക്കിന്റെ നാട്ടിൽ പരദേശിയായി താമസിക്കുന്ന ഇസഹാക്ക്, ആ ഇസഹാക്ക് അവിടെ താമസിക്കുമ്പോ അവർ കൃഷി ഇറക്കി അവരുടെ കൃഷിയെല്ലാം നശിപ്പിക്കപ്പെട്ടപ്പോ അവിടുന്ന് അബിമലക്കും ആൾക്കാരും കൂടെ ഇവരെ തല്ലി ഓടിക്കുകയാണ്. ഇസഹാക്കിന്റെ ആൾക്കാരെ രാത്രിയുടെ യാമങ്ങളിൽ പതിയിരുന്ന് ആക്രമിക്കുക. ഇവരെ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കാമോ ആ രീതിയിലൊക്കെ അബിമലക്കിന്റെ ആൾക്കാരും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഓർക്കണം, ഒരു കർഷകനെ സംബന്ധിച്ച് അവൻ മക്കളെപ്പോലെ സ്നേഹിക്കുന്നതാണ് അവന്റെ കൃഷിയിടങ്ങള്, അവന്റെ വിളവുകള്. അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളെ കൊല്ലുന്നതിന് തുല്യമായിട്ട് അവൻ കാണും. അവന്റെ അധ്വാനമാണ് അവന്റെ കൃഷിയിടങ്ങളിൽ കാണുന്ന വിളവുകള്. ആ വിളവുകൾക്ക് വില കിട്ടിയില്ലെങ്കിലും ആ വിളവുകൾ നശിച്ചാൽ അവന് സഹിക്കില്ല. ഇവിടെ അവന്റെ അധ്വാന ഫലമെല്ലാം വെട്ടി തീയിലിട്ട് നശിപ്പിച്ച് കളഞ്ഞപ്പോ ഇസഹാക്കിനുണ്ടായ മനോവേദന, അവിടുന്ന് അവനെ അടിച്ചിറക്കി, ആ നാട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് ഗരാർ താഴ്വരയുടെ മറുതീരത്ത് വന്ന് ഇസഹാക്കും കൂട്ടരും താമസിക്കുമ്പോ 26-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, അവിടെ അവൻ കൃഷി ഇറക്കി, ദൈവം അവനെ അനുഗ്രഹിച്ചു, അവിടെയും അവന് 100 മേനി ഫലം കിട്ടി. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെയുള്ളവന് ഒന്നിനും ഒരു പരാജയം ഉണ്ടാകില്ല. റോമാ 8:31 പറയുന്നു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കുമെന്ന്. അതെ, ദൈവം കൂടെ ഉണ്ടാകണം. ഇവിടെ അബിമലക്ക് അടിച്ചിറക്കിയെങ്കിലും അവൻ വന്ന് ഗരാർ താഴ്വരയിൽ വന്ന് കൃഷി ഇറക്കിയപ്പോ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവനേറെ വിളവുകൾ കിട്ടി. ഇവനെ അടിച്ചിറക്കിയ നിമിഷം മുതൽ അബിമലക്കിന്റെ നാട്ടിൽ ദുരന്തങ്ങൾ തലപൊക്കുകയാണ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുകയാണ്. അവര് ദാഹജലം കുട്ടിക്കൊണ്ടിരുന്ന അവിടെയുള്ള നീർച്ചാലുകൾ വറ്റിത്തുടങ്ങി. പക്ഷിമൃഗാദികൾക്ക് ദാഹജലമില്ലാതെ പിടഞ്ഞു മരിക്കാൻ തുടങ്ങി. ഓർക്കണം, ഇന്നലകളില് തന്റെ നാട്ടിൽ പരദേശിയായി താമസിച്ച ഒരു പാവം മനുഷ്യനെ അവന്റെ വെള്ളം കൂടി മുട്ടിച്ചപ്പോ, അവന്റെ കൃഷികൾ നശിപ്പിച്ചപ്പോ എല്ലാം കണ്ടു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഇരിക്കുന്നതും നടക്കുന്നതും ചിന്തിക്കുന്നതും കാണുന്നൊരു ദൈവം നിനക്കുണ്ടെന്നോ, ഒരു ദൈവഭയം നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവേഷ്ടമല്ലാത്തതൊന്നും നിനക്ക് ചെയ്യുവാനാവില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ അബിമലക്ക് ഇസഹാക്കിനെ കൂട്ടരെയും മൃഗീയമായിട്ട് പീഡിപ്പിച്ചു. അതിന്റെ അതേ നാണയത്തിന്റെ മറുവശം എന്ന വണ്ണം ഇസഹാക്കിനെ ഇറക്കിവിട്ട നിമിഷം തന്നെ അബിമലക്കിന്റെ നാട്ടിൽ നീർച്ചാല് പറ്റി, ദാഹജലമില്ലാതെയായി, പക്ഷിമൃഗാദികൾ പടഞ്ഞു മരിക്കാൻ തുടങ്ങി. അവരുടെ കൃഷിയിടങ്ങളൊക്കെ വെയിലിന്റെ ചൂടേറ്റ് കൃഷിയിടങ്ങളൊക്കെ കത്തിക്കരിഞ്ഞു. ഇന്നലകളില് ഒരു പാവം മനുഷ്യന്റെ അധ്വാന ഫലം തീയിട്ട് നശിപ്പിച്ചപ്പോ പ്രകൃതി ദുരന്തത്താൽ അബിമലക്കിന്റെ കൃഷിയിടങ്ങൾ കത്തിച്ചാമ്പലായി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വചനഭാഗത്തിലൂടെ കടന്നു വരുമ്പോ വീണ്ടും ഇസഹാക്ക് ഗരാറിൽ താമസിക്കുന്ന കാലത്ത് ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവനുണ്ടായ സൗഭാഗ്യങ്ങൾ കേട്ട്
അബിമേലെക്കും കൂട്ടരും മനസ്സിലാക്കുകയാണ്, ദൈവം കൂടെയുള്ളവനെ ഇറക്കി വിട്ടതാണ്. അവനോട് തങ്ങൾ പെരുമാറിയ അതേ നാണയത്തിൽ ദൈവം തങ്ങളോട് പകവീട്ടിയെന്ന് തിരിച്ചറിഞ്ഞ അബിമേലെക്ക് എന്ത് ചെയ്തു? അബിമേലെക്ക് കൂട്ടുകാരെയും ബാല്യക്കാരെയും ഒക്കെ ആയിട്ട് ഇസഹാക്കിനെ കാണാനായിട്ടില്ല. 26-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തില് ഇസഹാക്കിന്റെ നാട്ടിലേക്ക് ചെല്ലുമ്പോ ഇസഹാക്ക് അബിമേലെക്കിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നാട്ടിൽ വന്ന് ഒരു പരദേശിയായിട്ട് താമസിച്ച എന്നെ നിങ്ങൾ അവിടെ ഇട്ട് മൃഗീയമായിട്ട് പീഡിപ്പിച്ചില്ലേ? അവിടെ ഇട്ട് ദ്രോഹിച്ചതും പോരാഞ്ഞിട്ട് പിന്നെയും ഇവിടെയും വന്ന് എന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ വന്നതാണോ? ഇവിടെയും എന്റെ സമാധാനം കെടുത്താൻ വന്നതാണോ? അബിമേലെക്ക് പറഞ്ഞു, ഇല്ല മകനെ, നിന്നെ ഇറക്കി വിട്ടതാണ് ഞങ്ങളുടെ നാടിന്റെ നാശത്തിന് കാരണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇറക്കി വിട്ട പലരുമുണ്ട്, നമ്മൾ ആട്ടി ഓടിച്ചവർ പലരുമുണ്ട്. അവരുടെ മാനസികമായ വ്യഥ ദൈവത്തിന്റെ സന്നിധിയിൽ കിടക്കുമ്പോ നിനക്കെങ്ങനെ സ്വസ്ഥത കിട്ടും? നിന്റെ ജീവിതത്തിൽ എങ്ങനെ നന്മയുണ്ടാകും? കാരണം അപരന്റെ കണ്ണുനീര് നിന്റെ കൺമുന്നിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കിടക്കുമ്പോ ദൈവം പൊറുക്കുമോ? വെളിപാട് പുസ്തകം 21-ാം അധ്യായം 3-4 തിരുവചനത്തിൽ പറയുന്നു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടെ നമ്മളോടൊത്ത് വസിക്കുന്നു, നമ്മുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, ഇവിടെ അബിമേലെക്കിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നാട്ടിൽ വന്ന് ജീവിച്ചിട്ട് ആ നാട്ടിൽ താമസിക്കുമ്പോൾ എന്നെ ദ്രോഹിക്കാവുന്നത് മുഴുവൻ ദ്രോഹിച്ചിട്ട് വീണ്ടും എന്റെ സ്വസ്ഥത കെടുത്തിയത് പോരാഞ്ഞിട്ട് ഇവിടെയും വന്ന് എന്റെ സമാധാനം കെടുത്താൻ, എന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ വന്നതാണോ നിക്കള്? അബിമേലെക്ക് പറഞ്ഞു, ഇല്ല മകനെ, നിന്നെ ദ്രോഹിക്കാൻ വന്നതല്ല. നിന്നോട് ചെയ്ത അപരാധത്തിന്, നിന്നോട് കാട്ടിയ നന്ദികേടിന് ക്ഷമ ചോദിക്കാൻ വന്നവനാണ് ഞങ്ങള്. നിന്നോട് ചെയ്ത അപരാധങ്ങളെ പ്രതി മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുന്നവനാണ് ഞങ്ങള്. ഇസഹാക്ക് ചോദിച്ചു, സത്യമാണോ? അങ്ങ് പറയുന്നത് സത്യമാണോ? അതേ മകനെ, ഇന്നലകളില് ഞങ്ങൾ ഏതെല്ലാം രീതിയിൽ നിന്നെ പീഡിപ്പിച്ചുവോ അതേ നാണയത്തിൽ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയപ്പോ ലൂക്കാ 6:38 പറയുന്നു, കൊണ്ട് നിനക്ക് കിട്ടും, അമർത്തിക്കുലുക്കി നിറച്ചളന്ന് നിന്റെ മടിയിലിട്ട് തരും. ഇവിടെ നീ വിതയ്ക്കുന്നത് നിനക്ക് കൊയ്യാനാവൂ, നീ വിതയ്ക്കാത്തത് കൊയ്യാനാവില്ല. വിതയ്ക്കാത്തത് കൊയ്തത് ഒരാളെ ഉള്ളൂ, അവൻ മിശിഹ മാത്രമാ. വിതറാത്തടന്ന് ശേഖരിക്കുന്നവനും വിതയ്ക്കാത്തടന്ന് കൊയ്യുന്നവനുമാണ് അവൻ. എന്നാൽ നീ വിതച്ചത് മാത്രമേ നിനക്ക് കൊയ്യാൻ പറ്റൂ. നീ അവരിന് നന്മ ചെയ്തിട്ടുണ്ടോ, ആ നന്മയുടെ അനുഗ്രഹങ്ങൾ നിന്നെ തേടി വരും. ഇവിടെ ഇസഹാക്കിന്റെ അടുക്കൽ വന്നിട്ട് അബിമേലെക്ക് ചെയ്തു പോയ അപരാധത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഇസഹാക്കിന് ആ അബിമേലെക്കിനോടുള്ള പക മാറി. ഓർക്കണം, ഇസഹാക്ക് അബിമേലെക്കിന്റെ നാട്ടിൽ നിന്ന് ഗരാറിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. കാരണം ഇവര് പലയിടത്തും കിണർ കുത്തി, ഇവര് ദാഹജലത്തിന് വേണ്ടി കിണർ കുത്തി, പക്ഷേ ഒരിടത്തും വെള്ളം കിട്ടിയില്ല. കാരണം എന്തെന്നറിയാമോ? ഇവന്റെ നട്ടങ്ങൾ, ഇന്നലകളിലെ നട്ടങ്ങൾ ഓർത്ത് അതിന് കാരണക്കാരനോടുള്ള പക, ഈ അബിമേലെക്കിനോടുള്ള പക ഇസഹാക്കിന്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 24-25 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. 25-ാം വാക്യം, എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പോ വൈരാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുക, അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. അവരിനോട് ക്ഷമിക്കാതെ നീ എന്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും മക്കളെ ശുഭമാവില്ല, ശുഭകരമാവില്ല. കാരണം എന്താണ്? ദൈവം നിന്നെ പഠിപ്പിച്ചതാണ്, എന്റെ ദൈവം നിന്നെ പഠിപ്പിച്ചതാണ്. മറ്റുള്ളവരോട് തെറ്റുകൾ നീ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അവരനോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലേ, എന്റെ ദൈവത്തിന്റെ ഒരു കൊച്ചനുഗ്രഹം പോലും നിനക്ക് കിട്ടില്ല. ആ ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കണമെങ്കിൽ നിന്റെ മനസ്സിലെ പക എറിഞ്ഞു കളയുക, ആ നിനക്ക് പക തോന്നിയവരുള്ള വെറുപ്പ് മാറ്റിയെടുക്കുക, പറഞ്ഞ് കുമ്പസാരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ അബിമേലെക്ക് ക്ഷമ ചോദിക്കാൻ വന്നപ്പോ അതുവരെ ഉണ്ടായിരുന്ന ഇസഹാക്കിന്റെ മനോഭാവം മാറി. അവൻ ബാല്യക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് തങ്ങളുടെ നാട്ടിൽ വിരുന്ന് വന്ന, തങ്ങളെ മുൻപ് ദ്രോഹിച്ച ആ അബിമേലെക്കിനെയും കൂട്ടർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി അവരെ സൽക്കരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ പരസ്പരം പള്ളക്ക് കത്തികയറ്റിക്കൊണ്ടിരുന്ന, പതിയിരുന്ന് ആക്രമിച്ചു കൊണ്ടിരുന്ന ആൾക്കാര് ഇന്ന് തോളോട് തോൾ ചേർന്നിരുന്ന് അബിമേലെക്കിന്റെ ആൾക്കാരും ഇസഹാക്കിന്റെ ആൾക്കാരെയും അബിമേലെക്കും ഇസഹാക്കും കൂടെ ഒരുമിച്ചിരുത്തി, ഇടകലർന്നിരുത്തി, അവരെ പന്തിയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് അബിമേലെക്കും ഇസഹാക്കും അവർക്ക് ഭക്ഷണം വിളമ്പുന്ന ഒരു സീനുണ്ട്.
അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുക. അവിടെ ആഹ്ലാദ തിമിർപ്പ്, അവിടെ ആനന്ദം അലയടിക്കുന്ന സമയത്ത് അങ്ങകലെ നിന്നൊരു സ്വരം കേൾക്കാം, യജമാനനേ എന്ന് പറഞ്ഞൊരു സ്വരം കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ആനന്ദത്തിന്റെ ഇടയില് ആ അലർച്ച കേട്ടുകൊണ്ട് എല്ലാ കണ്ണുകളും കാതും ആ ഒച്ചകേട്ട ദിക്കിലേക്ക് തിരിയുമ്പോ അങ്ങകലെ നിന്ന് ഒരു ബാല്യക്കാരൻ ഓടി വരികയാ. ആ ബാല്യക്കാരൻ ഓടി വരുമ്പോ അബിമേലെക്കും ഇസഹാക്കും വിളമ്പിക്കൊണ്ടിരുന്ന പാത്രം അവിടെ വെച്ചിട്ട് ഓടി വാതിൽപ്പടിയോളം എത്തിക്കഴിഞ്ഞപ്പോ അകലെ നിന്ന് പെയ്ത് പെറുക്കിക്കൊണ്ട് പരവശനായി കടന്നു വരുന്ന ആ ബാല്യക്കാരനെ കണ്ടുകൊണ്ട് അബിമേലെക്കും ഇസഹാക്കും അവന്റെ ഇരു തോളിലും പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, മകനെ, എന്ത് പറ്റി? എന്താണ് നീ ഭയപ്പെട്ടത്? ആരാണ് നിന്നെ ഭയപ്പെടുത്തിയത്? അപ്പോ അലറി വിളിച്ചു വന്നവൻ പകച്ചു നിൽക്കുകയാണ്. കാരണം തനിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. തങ്ങളെയും തങ്ങളുടെ യജമാനെ ദ്രോഹിച്ചവര് ഇന്ന് എന്റെ യജമാനന്റെ വീട്ടിൽ ഇതാ കടന്നു വന്നിരിക്കുന്നു. ആ എന്റെ യജമാനും യജമാന്റെ ശത്രുവും ഇന്ന് തോളോട് തോൾ ചേർന്നിരുന്നു കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ അവൻ പരിസരം മറന്ന് അവന്റെ ശരീരത്തെ സ്പർശിച്ചു നോക്കുക, ഇത് സത്യമാണോ, ഇത് മിഥ്യയാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അബിമേലെക്ക് ചോദിച്ചു, എന്താ മകനെ നീ കരഞ്ഞത്? അപ്പോൾ പറയുകയാണ്, യജമാനെ 26-ാം അധ്യായം 31-32 വാക്യത്തിൽ പറയുന്നു, യജമാനനെ, നമ്മൾ കുഴിച്ച കിണറ്റിൽ വെള്ളം പൊങ്ങി. അതുവരെ ഇസഹാക്ക് ആ നാട്ടിൽ പലയിടത്ത് കിണർ കുത്തിയിട്ട് വെള്ളം കിട്ടിയിരുന്നില്ല. എന്നാലോ സഹോദരനോടുള്ള പക മാറ്റിയപ്പോ താൻ കുഴിച്ച കിണറ്റിൽ വെള്ളം പൊങ്ങിയതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കടന്നു വരണമെങ്കിൽ നിന്റെ പകയും വിദ്വേഷവും മാറ്റിയെടുക്കുക. അവരിനോടുള്ള വിദ്വേഷം മാറ്റിയെടുത്തുകൊണ്ട് നീ ദൈവത്തിന്റെ കാരുണ്യത്തിന് അഭയം തേടുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആ ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഇസഹാക്കിന്റെ ജീവിതത്തിൽ പിന്നെ നമ്മൾ കാണുന്നത്, ഇസഹാക്കിന് 2 മക്കളുണ്ടായി, യാക്കോബും ഏസാവും. അവർക്ക് 2 മക്കളുണ്ടായി കഴിഞ്ഞപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇസഹാക്ക് തൻ്റെ കണ്ണിന്റെ കാഴ്ച മങ്ങിയപ്പോ ഇസഹാക്ക് മക്കളെ വിളിച്ചിട്ട് പറയാണ്, ഏസാവിനെ വിളിച്ചിട്ട് പറയാണ്, മകനെ ഏസാവേ, അപ്പന് രുചികരമായ അപ്പന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയി, അപ്പന്റെ ജീവിതം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് മകനെ, എനിക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം നീ പാകപ്പെടുത്തി തരിക. നീ പോയി നായാട്ട് നടത്തി മൃഗത്തെ കൊന്ന് അത് വേവിച്ച് ആ ഭക്ഷണം എനിക്ക് കൊടുത്താ ഞാൻ ഭക്ഷിച്ചിട്ട് നിന്നെ അനുഗ്രഹിക്കാം. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഭക്ഷിച്ചാൽ അനുഗ്രഹമുണ്ട്. ഇസഹാക്ക് പറയാണ് 28-ാം അധ്യായത്തില്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, അതിനെനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോ ഇത് കേട്ടുകൊണ്ടു നിന്ന ഇസഹാക്കിന്റെ ഭാര്യ റബേക്ക ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഏസാവ് അമ്പും ബില്ലും എടുത്ത് നായാട്ടിനായി കൊടുങ്കാട്ടിലേക്ക് പോകുമ്പോ റബേക്ക വന്ന് പറയുകയാണ്, നീ വാ, ഇന്നലെ കൊണ്ടുവന്ന ഇറച്ചിയുടെ ബാക്കി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് നിനക്ക് ഞാൻ പാകപ്പെടുത്തി തരാം. നീ കൊണ്ടുപോയി അപ്പനെ കൊടുത്ത് അപ്പന്റെ അനുഗ്രഹം വാങ്ങ്. 28-ാം അധ്യായത്തില് ശാപത്തെ ഭയപ്പെടുന്ന ഒരു ഇസഹാക്കിനെ നമ്മൾ കാണുന്നുണ്ട്. ഇസഹാക്ക് ചോദിക്കുകയാണ്, കാരണം എന്താണ്? ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇസഹാക്കിന്റെ മേലാസകലം രോമമില്ലാത്ത ശരീരമാണ്, ഏസാവിൻ്റെതോ മൃഗത്തെ പോലെ രോമമുള്ള ശരീരമാണ്. ഇസഹാക്ക് ചോദിക്കുകയാണ്, അപ്പൻ എന്നെ തൊട്ടു നോക്കുകയും ഞാൻ അവനല്ല എന്നറിഞ്ഞാൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ലേ? അതേ മക്കളെ, ശാപത്തെ ഭയപ്പെടണം, അനുഗ്രഹത്തെ ആദരിക്കണം. ഇവിടെ ഇസഹാക്ക് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോ അമ്മ പറയുക, എടാ പൊട്ട, നീ അതിന് പേടിക്കണ്ട, അതിനുള്ള വഴിയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇന്നലകൾ കൊന്ന ആടിന്റെ രോമം കൊണ്ട് നിന്റെ ശരീരത്തിന് പറ്റുന്ന ഒരു കുപ്പായം ഞാൻ തുന്നിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ആദ്യത്തെ ഫാൻസി ഡ്രസ്സ് ഒരമ്മ അപ്പനെ ചതിക്കാൻ, സ്വന്തം മകനെ ചതിക്കാൻ ഇളയ മകന് കൂട്ടുനിൽക്കുന്ന ഒരു തള്ള. ഓർക്കണം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ വകതിരിവ് വേർതിരിവ് കാണുമ്പോ ഇന്ന് കുടുംബങ്ങളില് അനർത്ഥങ്ങൾ തലപൊക്കാനുള്ള കാരണം എന്താണ്? മാതാപിതാക്കള് തൻ്റെ മക്കളെ ഒരേ കോണിൽ ഒരേ കണ്ണുകൊണ്ട് കാണാതെ, ഒരേ മാനദണ്ഡത്തിൽ കാണാതെ പലരോടും പ്രത്യേകം സ്നേഹം കാട്ടുമ്പോൾ ആ മക്കളുടെ ശത്രുതയ്ക്ക് കാരണമാവുകയാണ്. മക്കളെ വളർത്തിയ ദോഷം കൊണ്ട് പറ്റിയത് അമ്മ തന്നെ അപ്പനെ ചതിക്കാൻ കൂട്ടുനിൽക്കുന്നത് കാണാം. അങ്ങനെ അമ്മ പാകപ്പെടുത്തിയ ഇറച്ചിയും കൊണ്ട് ഇസഹാക്ക് വരുമ്പോ, അപ്പന്റെ അടുക്കൽ വരുമ്പോ അവന്റെ ഉള്ളിലൊരു വിറയലുണ്ട്. കാരണം ഞാൻ അവനല്ല എന്ന് അവനറിയാം.
ആ മനസാക്ഷി അവനെ കുത്തുകയാണ്. യെശയ്യാ പ്രവാചകൻ 30-ാം അധ്യായം അതിന്റെ 20-21 വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് നിനക്ക് കട്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറന്നിരിക്കില്ല. നിന്റെ നയനങ്ങൾ എന്റെ ഗുരുവിന്റെ മുഖം ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ പിന്തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം, മകനെ മകളെ ഇതാണ് വഴി, ഇതിലേ പോകുക എന്നുള്ള ഒരു സ്വരം. ആ സ്വരം നീ കേൾക്കുവാൻ കഴിയുമെങ്കിൽ ആ സ്വരം തന്നവനെ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇതാ യാക്കോബ് അമ്മ പറഞ്ഞു കൊടുത്ത ഉപായമനുസരിച്ച് ആ അമ്മ പാകപ്പെടുത്തിയ ഭക്ഷണവും കൊണ്ട് അപ്പന്റെ അടുക്കൽ ചെല്ലുമ്പോ അവൻ കൊണ്ടുവന്ന് ഭക്ഷണം ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് ഇവനെ അടുത്തേക്ക് വിളിച്ച് അവനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോ അപ്പൻ പറയാണ്, സ്വരം യാക്കോബിൻ്റെതാണെങ്കിലും ശരീരം ഏസാവിനെ പോലെ തോന്നുന്നു. ശബ്ദം മാറ്റാനുള്ള സൂത്രം അവൻ അറിയത്തില്ലായിരുന്നു ഇസഹാക്കിന്. അവൻ അവന്റെ സ്വരത്തിലാണ് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിലും അപ്പൻ എന്ത് ചെയ്തു? വാക്ക് പാലിച്ചു. ഭക്ഷിച്ചതുപോലെ തന്നെ ഭക്ഷണശേഷം അവന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അപ്പന്റെ അനുഗ്രഹം സ്വന്തമാക്കിയ യാക്കോബ് ആ ആനന്ദത്തിൽ അങ്ങനെ നിൽക്കുമ്പോ അമ്മ പറയുക, നീ കൂടുതൽ നെളിയണ്ട, നീ കൂടുതൽ അഹങ്കരിക്കണ്ട, യഥാർത്ഥ അവകാശത വരുന്നു നോക്കൂ. അവൻ കട്ടപ്പെട്ട് കൊടുങ്കാട്ടിൽ പോയി നായാട്ട് നടത്തി കൊന്ന മൃഗത്തെ വേവിച്ച് അപ്പനെ പാകപ്പെടുത്തി കൊണ്ടുവരുമ്പോ അവന്റെ ഉള്ളിലൊരു പ്രത്യാശയുണ്ട്. അവന്റെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൻ എന്നെ അനുഗ്രഹിക്കുമെന്ന്. വന്നപ്പോ അപ്പന്റെ അടുക്കിലേക്ക് ഏസാവ് വന്ന് പൊതി അഴിച്ചു കഴിഞ്ഞപ്പോ അപ്പൻ പകയ്ക്കുകയാണ്. അപ്പൻ അവിടെ നിന്ന് പരാക്രമങ്ങൾ കാണിക്കുകയാണ്. കണ്ടപ്പോ ഏസാവിന്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ കടന്നു വന്നു. പെട്ടെന്ന് ഇസഹാക്ക് വന്നിട്ട് ഏസാവിനെ തൊടുമ്പോ അപ്പന് തിരിച്ചറിയാൻ കഴിഞ്ഞു, താൻ കബളിപ്പിക്കപ്പെട്ടു, താൻ വഞ്ചിക്കപ്പെട്ടു എന്ന്. താൻ വിശ്വസിച്ചവര് തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലായപ്പോ ഏസാവ് ചോദിക്കുകയാണ്, അപ്പാ മിച്ചം ഒരു അനുഗ്രഹവും ഇല്ല എനിക്ക് തരേണ്ട അനുഗ്രഹമൊക്കെ നഷ്ടപ്പെട്ടോ? ആ ഏസാവിന്റെ വേദന ഒന്ന് കാണണം പ്രിയപ്പെട്ടവരെ. അവൻ വലിയ ആഗ്രഹത്തോടു കൂടി ഓടി വന്ന അപ്പന്റെ അടുക്കൽ. അവിടെ വന്നപ്പോ എന്താണ് സംഭവിച്ചത്? തൻ്റെ സഹോദരൻ തനിക്ക് കിട്ടേണ്ടുന്ന അനുഗ്രഹം വാങ്ങിക്കൊണ്ട് കടന്നു പോയപ്പോ അമ്മ പറയാണ്, ഇവിടെ നിന്നാൽ അവന്റെ കണ്ണിന് കണ്ടാൽ നിന്നെ ശരിയാക്കളയും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുക. ഉപായത്തിലൂടെ അപ്പന്റെ അനുഗ്രഹം സ്വന്തമാക്കിയ യാക്കോബ് അമ്മ പറഞ്ഞ അമ്മയുടെ നാട്ടിലേക്ക് പലായനം ചെയ്ത് അവൻ അവിടുന്ന് തിരിച്ചു വരുന്നൊരു സമയമുണ്ട്. ആ തിരിച്ചു വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, അവന്റെ ഭാര്യമാരെയും പിള്ളേരെയും കുട്ടികളെയും പരിവാരങ്ങളെയും എല്ലാം യാബോക്ക് എന്ന് പറഞ്ഞ ആ തീരത്ത് നിർത്തിയിട്ട് മറുവശത്തേക്ക് അവരെയൊക്കെ കടത്തിവിട്ടിട്ട് ഇക്കരെ നിൽക്കുന്ന ആ യാക്കോബ് പ്രിയപ്പെട്ടവരെ ദൈവദൂതനോട് മൽപ്പിടുത്തം പിടിച്ച് ദൈവദൂതന് ഒന്ന് ഊതിയാൽ മതി, ഈ യാക്കോബ് വെറും ധൂളിയായി പോകും. എന്നാൽ ദൈവദൂതൻ കെഞ്ചുകയാണ് ഈ യാക്കോബിന്റെ അടുക്കൽ. കാരണം അതാണ്, യാക്കോബുമായിട്ട് മൽപ്പിടുത്തം പിടിക്കുമ്പോ ദൈവദൂതൻ യാക്കോബിനെ അടിക്കാനായിട്ട് കരം ഉയർത്തുമ്പോ കാണാം അവന്റെ ശിരസില് അപ്പൻ വെച്ച് അനുഗ്രഹിച്ച കൈപ്പാട് അവന്റെ തലയിൽ കണ്ടപ്പോ മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ അനുഗ്രഹം സ്വന്തമാക്കാതെ ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരിടത്തും രക്ഷപ്പെടാൻ പറ്റില്ല, നിങ്ങൾക്കൊരു കാലത്തും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് മക്കളെ ബലവത്താക്കുന്നത്. ഇവിടെ ഓർക്കുക, ഈ ഇസഹാക്കിന്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ലഭിച്ച അനുഗ്രഹം യാക്കോബിന് ഇതാ മരണത്തിൽ നിന്ന് ഏർപ്പെടുത്തപ്പെടുകയാണ്. കാരണം എന്താണ്? ദൈവദൂതൻ അവനെ അടിക്കാൻ കൈയൊങ്ങിയതാ. അവിടെ പിടിച്ചു നിൽക്കാനാവാതെ പറയപ്പെടുവരെ ദൈവദൂതൻ അവന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുമ്പോ ദൈവദൂതനോട് യാക്കോബ് പറയാണ്, അനുഗ്രഹിച്ചിട്ടല്ലാതെ താങ്കളെ വിടുന്ന പ്രശ്നമില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ, എന്റെ ദൈവത്തോട് അനുഗ്രഹം എത്തിപ്പിടിക്കാൻ നിൽക്കുമ്പോ ആ കൈ നീട്ടി അനുഗ്രഹം വാങ്ങണമെങ്കിൽ ദൈവേട്ടമല്ലാത്തത് എന്തെങ്കിലും നിന്റെ കക്ഷത്തിൽ നീ സൂക്ഷിക്കുന്നുണ്ടോ? അവയെല്ലാം മെറിഞ്ഞുപേക്ഷിച്ച് ദൈവാനുഗ്രഹത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ മണിക്കൂറിൽ അനുഗ്രഹം എന്ന ശുശ്രൂഷയെക്കുറിച്ച് ശ്രമിക്കുവാൻ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ബോധ്യത്തോടു കൂടി
ആ ദൈവാനുഗ്രഹം നിന്റെ മേൽ കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്നവയെല്ലാം എറിഞ്ഞേൽപ്പിച്ചുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് സറണ്ടർ ആകാം. നമുക്ക് നമ്മളെ തന്നെ കീഴ്പ്പെടുത്താം. അതേ പ്രഭാഷകൻ 3:18 പറയുന്നു, നീ എത്രമാത്രം ഉന്നതനാകുന്നുവോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ ദൈവത്തിന്റെ കാരുണ്യം നിന്റെ മേൽ ചൊരിയപ്പെടും. ആ ദൈവത്തിന്റെ കാരുണ്യം നിന്റെ മേൽ ചൊരിയപ്പെടണമെങ്കിൽ നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടെത്തി, ഞാൻ നിന്നെ താല്പര്യപൂർവ്വം വാരിപ്പുണർന്നു, എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ പരിപാലിക്കാമെന്ന്. അതെ, എൻ്റെ തമ്പുരാൻ നിനക്ക് നൽകുന്ന വാഗ്ദാനം, അവൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അബ്രഹാത്തെ അനുഗ്രഹിച്ച ദൈവം, ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിനെയും പരിവാരങ്ങളെയും മക്കളെയും അനുഗ്രഹിച്ച ദൈവം ഈ മണിക്കൂറിൽ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കൾക്കായി ദൈവം തമ്പുരാൻ അനുഗ്രഹത്തിന്റെ വാതായനങ്ങൾ തുറക്കട്ടെ. അനുഗ്രഹത്തിന്റെ കരങ്ങൾ നീട്ടി ദൈവം നിങ്ങളെ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മണിക്കൂറിൽ ഈ അനുഗ്രഹത്തിന്റെ വാക്കുകൾ കേൾക്കുവാൻ കർത്താവ് നമ്മളെ ഒരുക്കിയ ആ വിളിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവത്തിന് നന്ദി. ആമേൻ.